കരൂർ ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് തമിഴ്നാട് സർക്കാർ ആരെ അറസ്റ്റ് ചെയ്യുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും അന്വേഷണം നടക്കട്ടെയെന്നും മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. ഭരണകക്ഷിയുടെ പരിപാടിക്ക് മാത്രമാണ് സുരക്ഷ ഒരുക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി കുറ്റപ്പെടുത്തി. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ബി.ജെ.പിയും ആവശ്യപ്പെട്ടു. ദുരന്തമുണ്ടായ ഉടൻ തന്നെ കരൂർ മെഡിക്കൽ കോളേജിൽ നേരിട്ടെത്തിയ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ അതിവൈകാരികമായാണ് പ്രതികരിച്ചത്. വീട്ടിലിരിക്കാൻ തന്റെ മനസ്സനുവദിക്കാത്തതിനാലാണ് ഇപ്പോൾ തന്നെ സ്ഥലത്തെത്തിയതെന്ന് പുലർച്ചെ 3 മണിയോടെ കരൂർ മെഡിക്കൽ കോളേജിലെത്തിയ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പറഞ്ഞു. காலையில் 9:30 மணிக்கு தான் வரலாம் என்று முடிவு செய்து விமானத்தில் டிக்கெட் பதிவு செய்திருந்தேன். ஆனால் இந்த கொடூரமான காட்சிகள் எல்லாம் தொலைக்காட்சியில பார்த்தபோது எனக்கு மனசு கேட்கல, வீட்டில் இருக்கவே என்னால முடியல. அதனாலதான் முன்கூட்டியே போக வேண்டும் என்று நான் திட்டமிட்டு 1 மணி அளவில் விமானத்தை பிடித்து இங்க வந்து சேர்ந்திருக்கிறேன். റിട്ടയർഡ് ജഡ്ജ് അരുണ ജഗദീശനാണ് ദുരന്തം അന്വേഷിക്കുക. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും നഷ്ടപരിഹാരം തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചു. ദുരന്തത്തിന് പിന്നാലെ വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി തിരിച്ചെത്തിയ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും കരൂർ മെഡിക്കൽ കോളേജിലെത്തി പരിക്കേറ്റവരെ കണ്ടു. ஓய்வு பெற்ற நீதியரசர் அருணா ஜெகதீசன் அவங்க தலைமையில் கமிஷன் அமைக்கப்பட்டிருக்கு. மருத்துவமனைக்கு வந்து ஒவ்வொரு பேஷண்ட்டுக்கிட்டையும் அவங்களோட கருத்துக்களை பதிவு செய்வாங்க. அது மாதிரி நேற்று அந்த விபத்து நடந்த இடத்துக்கும் அவங்க செல்ல இருக்கிறாங்கன்னு நான் நம்புகிறேன். எனவே அவங்க கொடுக்கக்கூடிய அந்த கமிஷன் அந்த ரிப்போர்ட்டுக்கு தகுந்தபடி முதலமைச்சர் அவர்கள் நிச்சயம் சட்டப்பூர்வமான நடவடிக்கைகளை விரைவில் எடுப்பார். പോലീസ് മതിയായ സുരക്ഷയൊരുക്കിയില്ലെന്ന് കരൂർ മെഡിക്കൽ കോളേജിലെത്തിയ പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി കുറ്റപ്പെടുത്തി. രാഷ്ട്രീയത്തിന് അതീതമായ അന്വേഷണം വേണമെന്നും എടപ്പാടി പളനിസ്വാമി ആവശ്യപ്പെട്ടു. டிவிகே கட்சி 4 மாவட்டத்தில் அவருடைய தேர்தல் பிரச்சார கூட்டத்தை நடத்தியிருக்கிறார்கள். அந்த 4 கூட்டத்திலும் எப்படி மக்கள் கலந்து கொள்கிறார்கள், எப்படிப்பட்ட நிலைமை என்பதையெல்லாம் ஆய்வு செய்து அதற்கு ஏற்றவாறு முழுமையான பாதுகாப்பு கொடுத்திருக்க வேண்டும் அரசாங்கம். സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ബി.ജെ.പിയും ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.